ഇതാ തൃശ്ശൂരിന്റെ പുലികളി ആവേശത്തിനൊപ്പം ചേരാൻ മന്ത്രിമാരായ GR അനിലും K രാജനൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ മന്ത്രി നമ്മുടെ ഒപ്പം ഉണ്ട്. ആദ്യത്തെ പുലികളിയാണല്ലേ? അതെ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പുലിക്കളി കാണാൻ കഴിഞ്ഞത്. ഞാനും ആദ്യമായിട്ടാണ് നേരിട്ട്. ഞാൻ കുടുംബസമേതം ഇന്ന് വന്നിട്ടുണ്ട്. കുഞ്ഞിനെയും എൻ്റെ പേരക്കുഞ്ഞിനെയും കൂട്ടിയാണ് ഇത്തവണ പുലികളി കാണാൻ വേണ്ടി വന്നത്. മറ്റ് TV-യിലെല്ലാം കാണുന്നെങ്കിലും പുലിമട കാണാൻ കഴിഞ്ഞത് ആദ്യമായിട്ടാണ്. പുലിമടയിൽ അവർ പുലിയായി മാറുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾ നീണ്ട ഇവരുടെ പെയിന്റിങ്ങും ഇവരുടെ ഈ രൂപമാറ്റത്തെ സംബന്ധിച്ചും അറിയാൻ കഴിഞ്ഞത് വളരെ ആവേശം പകരുന്ന രംഗമാണ്. ഫുൾ ഫാമിലി തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങും. തൃശ്ശൂർ റൗണ്ടിലേക്ക് നമ്മളോടൊപ്പം മന്ത്രി K രാജനുണ്ട്. ഇവിടെ പുലികളി ആവേശത്തിന്റെ ഭാഗമാകാനായി എത്തിയിരിക്കുകയാണ്. എത്ര വർഷം പുലികളി കണ്ടിട്ട്? എത്രയോ വർഷങ്ങളായി, ഏതാണ്ട് ഒരു 14 വയസ്സിൽ കണ്ടു തുടങ്ങിയതാണ്. ഒരു 36 വർഷമായിട്ട് പുലിക്കളിയോടൊപ്പം കോവിഡ് കാലത്ത് മാറി നിന്നപ്പോൾ ഒഴികെ ബാക്കി എല്ലാ ഘട്ടത്തിലും കൂടെയുണ്ട്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ നോക്കി തുടങ്ങിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ലോകത്ത് എവിടെയും ഇത് കാണാൻ പറ്റില്ല. ഇപ്പോൾ പുറത്തൊക്കെ പുലിക്കളി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വേഷമിട്ടൊക്കെ ഇല ചുറ്റിയൊക്കെ വരും. അതല്ല, ഇത് പച്ചയായ മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മഹാഭൂരിപക്ഷവും ഏറ്റവും സാധാരണക്കാരാണ്, തൊഴിലാളി വർഗ്ഗമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പകർന്നാട്ടത്തിൻ്റെ വേഷചാരിതയായിരിക്കില്ല. ശരീരത്തിൽ പച്ചയ്ക്ക് വരച്ച ചായം ഇങ്ങനെ നീറി ഉള്ളി പിടിക്കുമ്പോഴും പുലിക്കളിയോടുള്ള അദമ്യമായിട്ടുള്ളൊരു ആഗ്രഹവും ഒരു ആത്മസമർപ്പണവും കൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. എത്ര മണിക്കൂറാണ് നിങ്ങൾ നോക്കി. ഇന്നലെ തുടങ്ങിയതാണ്. ശരീരത്തിലെ രോമകൂപങ്ങൾ വൃത്തിയാക്കുന്നു, പല വിധത്തിലുള്ള പെയിൻറ്റുകൾ രാവിലെ മുതൽ അടിക്കുന്നു, അതിങ്ങനെ ഉണങ്ങി ശരീരത്തിൽ പിടിക്കുന്നു. നമ്മളൊക്കെ ലൈം ലൈറ്റിൽ 9 മണി കഴിഞ്ഞാൽ സെലൂട്ടടിച്ച് പിരിഞ്ഞാലും ഇവർക്ക് മണ്ണെണ്ണക്കുളി ബാക്കി നിൽക്കുകയാണ്. നാളെ രാവിലേക്ക് പഴയ കോലത്തിലേക്ക് വരണമെങ്കിൽ പണി എത്ര എടുക്കണം, എന്നിട്ടും പുതിയ താരങ്ങൾ വരികയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവർ കുറച്ചുകൂടി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, കുറച്ചുകൂടി ആദരിക്കപ്പെടേണ്ടതുണ്ട്. ആ വിധത്തിൽ സാംസ്കാരിക വകുപ്പിനോട് തന്നെ പിന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കലാകാരന്മാരുടെ ലിസ്റ്റിലേക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വിധത്തിൽ തൃശ്ശൂർക്കാരൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള പുലിക്കളിയെ ഇത്തവണയും വൈവിധ്യങ്ങളോടെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യത. ഒരുപാട് വർഷങ്ങളായിട്ട് മിനിസ്ട്രി പുലികളി കാണുന്നുണ്ട്. അപ്പോൾ ഏത് ടീമിനൊപ്പം? അങ്ങനെയില്ല, ടീം തൃശ്ശൂരാണ് നമ്മുടെ ടീം. തീർച്ചയായും. അപ്പോൾ പുലികളിയുടെ എല്ലാ ഒരുക്കങ്ങളും ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരും നമ്മളോടൊപ്പം തന്നെ ചേർന്ന് അത് തന്നെയാണ് പറയുന്നത്. അവരും തീർച്ചയായും വലിയ ആവേശത്തിലാണ്. അപ്പോൾ എന്തായാലും നമ്മളും ആ ആവേശത്തിന്റെ ഭാഗമാവുകയാണ്.